ശബരിമലയിലെ ട്രാക്ടർ അപകടത്തിൽ കേസെടുത്ത് പോലീസ്. ട്രാക്ടർ ഡ്രൈവർ പാലക്കാട് ഇളവഞ്ചേരി സ്വദേശി നാരായണനെതിരെയാണ് സന്നിധാനം പോലീസ് കേസെടുത്തത്. അലക്ഷ്യമായും അപകടകരമായും ട്രാക്ടർ ഓടിക്കുന്നവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ 24-നോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് നടപ്പന്തലിന് സമീപം സന്നിധാനത്ത് മാലിന്യം ശേഖരിക്കുന്ന ട്രാക്ടർ ഭക്തർക്കുമേൽ പാഞ്ഞുകയറി അപകടമുണ്ടായത്. 8 പേർക്ക് പരിക്കേൽക്കുകയും നില ഗുരുതരമായ 2 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് പോലീസ് സംഭവത്തിൽ കേസെടുത്തത്. പൊതുവഴികളിൽ മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന രീതിയിൽ അശ്രദ്ധമായി വാഹനമോടിക്കുന്നതിനെതിരെയുള്ള BNS 281, 125 A, B വകുപ്പുകൾ ചുമത്തിയാണ് ട്രാക്ടർ ഡ്രൈവർ നാരായണനെതിരെ കേസെടുത്തത്. പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. സംഭവത്തിൽ പോലീസ് സമഗ്ര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്വാമി അയ്യപ്പൻ റോഡിലൂടെ അശ്രദ്ധമായും അമിത വേഗതയിലും ട്രാക്ടർ ഓടിക്കുന്നവരെ പിടികൂടാനായി പോലീസ് നിരീക്ഷണം ശക്തമാക്കിയതായും ഇത്തരത്തിൽ വാഹനമോടിക്കുന്നവരുടെ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്നും സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ P. ബാലകൃഷ്ണൻ. ട്രാക്ടറിന്റെ സ്പീഡ് നിയന്ത്രിക്കാൻ വേണ്ടി അത് വാച്ച് ചെയ്യാനും വേണ്ടിയിട്ട് പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രാക്ടറുമായിട്ട് അതിന്റെ മെക്കാനിക്കൽ പാർട്സ് പരിശോധിക്കാനുള്ള സംവിധാനവും ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇനി വരും ദിവസങ്ങളിൽ കർശനമായി ഓരോ ട്രാക്ടറിന്റെ സ്പീഡും മറ്റു കാര്യങ്ങളും പോലീസ് വളരെ കർശനമായി നടത്തിക്കൊണ്ടിരിക്കുക. സമയക്രമം പാലിക്കാതെ ഓടുന്നവർക്കും പിടിവീഴും. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ട്രാക്ടർ ഡ്രൈവർമാർക്ക് പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കും. ഇന്ന് വൈകിട്ട് 3 മണിക്ക് പമ്പയിലും നാളെ സന്നിധാനത്തുമാകും ക്ലാസുകൾ. 24 സന്നിധാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.